ശശി തരൂരിനെ അതിരൂക്ഷമായി വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ രംഗത്തെത്തി. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാണ് ജനനേതാവാകേണ്ടതെന്നാണ് കുര്യൻ വിമർശിച്ചത്. ശശി തരൂർ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ വിദേശത്താണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ല നേതാവാകാനുള്ള യോഗ്യത. അങ്ങനെയെങ്കിൽ ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിട്ട എസ് സോമനാഥനെ നേതാവാക്കിയാൽ മതിയല്ലേ എന്നാണ് കുര്യന്റെ ചോദ്യം. ജനങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിലും പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം തിരുവനന്തപുരത്ത് താമസിച്ച് പ്രവർത്തിക്കുകയാണ് ശശി തരൂർ ചെയ്യേണ്ടത്. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കിട്ടാറുണ്ടോ? തരൂർ തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം, സാധാരണ ജനങ്ങളുടെ പരിപാടികളിൽ പങ്കെടുക്കണം. അദ്ദേഹം ഇപ്പോൾ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ലെന്നും പി ജെ കുര്യൻ തുറന്നടിച്ചു. ശശി തരൂർ കൂടുതൽ സമയവും വിദേശത്താണെന്ന് ആർക്കാണ് അറിയാത്തത്? കേരളത്തിലെ നേതാവാകണമെങ്കിൽ ജനങ്ങളുടെ നേതാവാകണം. എം പി എന്ന് വെച്ച് നേതാവാകില്ല. ജനങ്ങളുടെ നേതാവാകണമെങ്കിൽ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം. ഒരിക്കലും ഒരു സൂപ്പർമാനല്ല നേതാവ്. ഇന്ത്യയിൽ ബുദ്ധിജീവികളില്ലേ? ചന്ദ്രനിലേക്ക് സാറ്റലൈറ്റ് അയച്ച സോമനാഥ് മലയാളിയല്ലേ? പി ജെ കുര്യൻ പരിഹസിച്ചു. രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ജനങ്ങളോടൊത്ത് ചേർന്ന് പ്രവർത്തിച്ചിട്ട് ഉണ്ടാവുന്നതാണ്. അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നയാളാണ് നേതാവ്, അല്ലാതെ നിർബന്ധപൂർവം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. തരൂരിന് അർഹതയ്ക്ക് അതീതമായ പദവികൾ പാർട്ടി നൽകിയിട്ടും വീണ്ടും വീണ്ടും പദവികൾക്കായി ആക്രാന്തം കാട്ടുകയാണ്. കോൺഗ്രസിന് പുറത്ത് തനിക്ക് മറ്റു പല സാധ്യതകൾ ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. യാതൊരു തത്വമോ നിലപാടോ ആദർശമോ ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കൂ. കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾ പാർട്ടിക്ക് പുറത്ത് എനിക്ക് വേറെ വഴികളുണ്ടെന്ന് പറയില്ല. യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകൻ ഇങ്ങനെയൊരു നിലപാട് പറയാനോ സ്വീകരിക്കാനോ കഴിയില്ല. സംസ്ഥാന കോൺഗ്രസിനെ നയിക്കാൻ തരൂർ ആഗ്രഹം പ്രകടിപ്പിച്ചതായി കണ്ടു. പക്ഷെ അദ്ദേഹം നാട്ടിലെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് തികച്ചും അജ്ഞനാണ്. അദ്ദേഹം എപ്പോഴും ഒരു അന്യനായി നിൽക്കുകയാണ്. കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള സംസ്ഥാനമാണ് കേരളം. മുഖ്യമന്ത്രി പദവിക്ക് തരൂർ അർഹനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റു പല നേതാക്കളും ഈ സ്ഥാനത്തിന് അർഹനാണ്. അവരെല്ലാം നല്ല പ്രവർത്തന പാരമ്പര്യവും ജനസമ്മതിയുള്ളവരുമാണ്. തരൂർ ക്ഷമയോടെ കാത്തിരിക്കണം. തന്നെക്കുറിച്ചുള്ള അമിത ആത്മവിശ്വാസത്തിൽ നിന്നാണ് തരൂർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. ഒരു കാര്യം തരൂർ മറക്കരുത്, ഈ പാർട്ടിയിൽ അദ്ദേഹത്തെക്കാൾ യോഗ്യതയും കഴിവുമുള്ള നിരവധി പേര് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരായിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ വിജയിച്ചത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിലാണ്. പരമ്പരാഗതമായി കോൺഗ്രസ് വിശ്വാസികളായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണ കിട്ടിയതുകൊണ്ട് മാത്രമാണ് വിജയിക്കാനായത്. അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രതിഭ കൊണ്ടോ മിടുക്കുകൊണ്ടോ മാത്രം അല്ല വിജയമുണ്ടായത്. എഴുത്തുകാരൻ എന്ന നിലയിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനം കൊണ്ട് തനിക്ക് എല്ലാ സ്ഥാനങ്ങളും വേണമെന്ന നിലപാട് ആ നിലപാടിലാണ് തരൂർ. ഇന്ത്യയെക്കുറിച്ചും കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചും വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാണ് ഈ ധാരണ അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന കെ കാമരാജ്, അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രായോഗിക തലത്തിലും ഭരണാധികാരി എന്ന നിലയിലും കാമരാജ് അതിപ്രഗത്ഭനായ നേതാവായിരുന്നുവെന്നും പി ജെ കുര്യൻ തുറന്നടിച്ചു.